ഹായ് അസ്സാം വലൈക്കും. ഹൗറ റഫ്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കിഡിലും ഗ്രീൻ പീസ് കറിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പൂരിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്, അതായത് രാത്രി ഇട്ടിട്ട് രാവിലത്തേക്കുള്ള ഗ്രീൻ പീസ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിനാവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഉള്ളിയും അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളിൻ്റെ പീസും അതുപോലെ 3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കണേ. ഈ കറിക്ക് നല്ലൊരു എരിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ്. വേറൊരു സംഭവം നമ്മൾ ഇടുന്നില്ല, തക്കാളി അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളി നമുക്ക് വലിയ ഒരു പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ. ചെറുതൊന്നും വേണ്ട, നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കുന്നില്ല, അപ്പോൾ നന്നായിട്ട് അടിഞ്ഞ് കിട്ടും. അതുകൊണ്ട് വലിയ പീസുകളാക്കിയിട്ട് തന്നെ നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പോരാതെ ഇനി 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ പച്ചമുളക് നല്ല എരിവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് 3 ഇട്ട് കൊടുത്തത്. നിങ്ങളെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യേ. അതുപോലെ ഇതിന് കുറച്ച് എരിവുണ്ടായാലാണ് രസം ഉണ്ടാകാൻ. ഇനി നമുക്കിതിനാവശ്യമുള്ള പൊടിയെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മാത്രം, വേറൊരു പൊടി ഇടുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണേ. ഈ ഗ്രീൻ പീസിൻ്റെ കുറച്ച് മുന്നിട്ടിട്ടായിരിക്കണം വെള്ളം നിൽക്കേണ്ടത്, അത്ര മതിയാവുക. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കല്ലേ. അതിനായിട്ട് ഒരു 2.5 കപ്പോളം ഗോതമ്പ് മാവിന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം റവ ചേർക്കുന്നത് കുറച്ച് നല്ലൊരു മേൽഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുക, അതിനാണ് ചേർക്കുന്നത്. റവ ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല കേട്ടോ. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. എപ്പോൾ ശ്രദ്ധിക്കണം, പൂരി നന്ന ടൈറ്റിൽ കുഴക്കാൻ പാടില്ല, ഒരു സോഫ്റ്റ് ആയിട്ട്, അതായത് നന്ന ലൂസും ആകാൻ പാടില്ല ടൈറ്റും ആകാൻ പാടില്ല. ആ കുഴയിലാണ് നമുക്ക് പൂരി നല്ല പൊന്തി വരെയെല്ലാം ചെയ്യാൻ, അതുപോലെ തന്നെ കഴിക്കുന്നവർ നല്ല ടേസ്റ്റും കിട്ടാൻ അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ടൈറ്റ് പോലെയാണുള്ളത്. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. നന്നായിട്ട് ലൂസാകാനും പാടില്ല, അന്നേരം പിന്നെ നമുക്ക് പരത്തിയെടുക്കാനുള്ള നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇത് ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. അധികമാക്ക് പൂരി ചുടുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അതായത് എണ്ണ കുടിച്ച് പോകുന്നതെന്നുള്ള, ഇതൊരിക്കലും എണ്ണ ഒന്നും കുടിക്കൂല. നല്ല അടിപൊളി പൂരിയായിട്ട് തന്നെ കിട്ടുമേ. അപ്പോൾ നമ്മളിത് എല്ലാം ഇങ്ങനെ ഉരുളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കറി എന്തായി നോക്കാം. ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ചൂടോടെ പൂരി പൊരിക്കുക. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ. അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണോളം കടുക് അതും ഇട്ട് കൊടുത്ത്, പിന്നെ നമുക്ക് കായ്മുളകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്, വേറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിലെ അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് നല്ല ഹൈ ഫ്ലെയിം ആക്കിയിട്ട് തന്നെ നമുക്ക് എന്താക്കുക, ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കാൻ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. നല്ലൊരു കറിയാണ്, നമുക്ക് ഹോട്ടലിനെല്ലാം കിട്ടുന്നില്ലേ അതേ നമുക്ക് പൂരിക്കൊക്കെ കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് കറിയില്ലേ, അതുതന്നെയാണ് സെയിമായിട്ട് ഇത് വരാൻ. അതുപോലെ തന്നെ നമ്മൾ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ പെട്ടെന്നെല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലെല്ലാം നമുക്ക് തേങ്ങാപ്പാലെല്ലാം ചേർക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കി നോക്ക്, പിന്നെ നിങ്ങളിങ്ങനെ തന്നെ ഉണ്ടാക്കും, അത്രയും ടേസ്റ്റാണെന്നൊന്ന് നോക്കണേ. ഇനി നമുക്ക് പൂരി പരത്തിയിട്ട് ചൂടാം. ആദ്യം തന്നെ ഞാൻ ഒന്ന് പ്രസ്സിൽ എങ്ങനെയാണ് പരത്തുന്നതെന്ന് കാണിച്ചു തരട്ടെ. പ്രസ്സിൽ പരത്തുന്ന സമയത്ത് ഇങ്ങനെ 2 പ്ലാസ്റ്റിക് കവർ അപ്പുറം ഇപ്പുറം വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ നമ്മളെ മാവിൽ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് പ്രസ്സാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷേപ്പിലെല്ലാം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പരത്തുന്ന പോലെ തന്നെ നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തുന്നില്ലേ, റോളർ ഉപയോഗിച്ചിട്ട്, അതുപോലെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരു 2 നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പരത്തുന്നുണ്ട്. ബാക്കിയെല്ലാം കോയിലുണ്ടാന്ന് പരത്തിയിരിക്കുന്നത്, അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് പരത്തി ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അതായത് തീ കുറക്കരുത്, നല്ല ഹൈയിൽ തന്നെ ഇട്ടിട്ട് വേഗം ഇത് പൊരിച്ച് കോരിയെടുക്കുക. എന്നാലും എണ്ണ കുടിക്കാണ്ടെല്ലാം നിൽക്കും. നമ്മൾ ലോ ഫ്ലെയിം ആക്കുന്ന നേരം ശരിക്കും പറഞ്ഞാൽ എണ്ണ കുടിച്ചു പോകും പൂരിക്ക്. അതെപ്പോഴും ശ്രദ്ധിക്കുക. പൂരി ചുടുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് വേഗം പൊരിഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇരുമ്പ് ചട്ടിയാണ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം വേഗം ഇതാവില്ല, അതായത് ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ട് തന്നെ കിട്ടും. ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ ഏതാ നിങ്ങളുടെ അടുത്തുള്ള അതുപോലെ ചെയ്താൽ മതി. നമ്മൾ പൂരിയെല്ലാം ഇവിടെ ഇങ്ങനെ പൊരിച്ച് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പൂരിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയും. ഒരു ഇത്തിരി പോലും എണ്ണയൊന്നും കുടിക്കാത്തൊരു പൂരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ബാക്കിയുള്ള പൂരിയെല്ലാം ഞാൻ പൊടിയിട്ടിട്ട് പിന്നെ റോളർ കൊണ്ട് പരത്തിയിട്ടാണ് ഇട്ടതെന്ന് വെച്ചാൽ എനിക്ക് പ്രസ്സിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം കൈ കൊണ്ട് തന്നെ വെമ്പേ പരത്തിയിട്ട് ചുടുന്നതാണ്. അന്നേരം നമുക്ക് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. അപ്പോൾ ഇതാ നമ്മളെ പൂരിയും കറിയെല്ലാം ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ കൂടി പറയാന്ന്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.